അപ്പോൾ ഞാൻ പറയാൻ കാരണം, അപ്പോൾ ഈ നിങ്ങൾ പൊതുജനങ്ങൾ ഓരോ കമ്മിറ്റിക്കാരും ഓരോ മഹല്ലിലെ ആൾക്കാർ മനസ്സിലാക്കണം, ഈ കമ്മിറ്റിയും കൗൺസിലുണ്ടാക്കുന്ന പണ്ഡിതന്മാരെ സെറ്റപ്പിന് മാത്രം വേണ്ടിയാണ്, ഈ അവസാന കാലത്ത് ഇറങ്ങുന്ന കപട പണ്ഡിതന്മാരെ കൂത്താട്ടത്തിന് വേണ്ടി മാത്രം. അത് നിങ്ങൾ പൊതുജനങ്ങൾ മനസ്സിലാക്കി തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങളാണ് കവറായിട്ട് മരിക്കുക. അവരിതിന് 10 മേടിച്ചിട്ട് നടക്കണം, അവർക്ക് ഇതിന് അവർ ചോദിച്ചാൽ മതി. പക്ഷേ ഈമാനില്ലാതെ മരിക്കുന്നത് പൊതുജനങ്ങളാണ്. അതിന് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള മൂളയുണ്ട്, ബുദ്ധിയുണ്ട്. ഞാനും നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണം ചിന്തിച്ചോ. അപ്പോൾ അതാണ് അതിൻ്റെ കുഴപ്പം. അത് നമ്മുടെ ഈ സെറ്റപ്പ് പണ്ഡിതന്മാരുടെ സെറ്റപ്പ് പണ്ഡിതന്മാരുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത് പൊളിക്കില്ല. കാരണം ഈ കൊല്ലത്തെ വരുമാനം വിദ്യാഭ്യാസ ബോർഡിൻ്റെ വെറും പരീക്ഷ പേപ്പറിൻ്റെ 17 കോടിയാണ്. ഇങ്ങനെ 1926 മുതലുള്ളതായ ഓരോ കൊല്ലത്തിലും പറഞ്ഞ കോടി ഈ പൈസ ഇവരെന്ത് ചെയ്യണേ? ഈ പൈസ ഇപ്പോഴത്തെ പണ്ഡിത സംഘടന ഈ പൈസ എന്ത് ചെയ്യണം? ഇവിടെ 40 മുശാവറയുണ്ട്. ഈ 40 മുശാവറയും കട്ടിനാലേ വേറെ ഒരു പള്ളിയോ അല്ലെങ്കിൽ വേറൊരു മഹല്ലിൽ പാവപ്പെട്ട മഹല്ലിൽ പള്ളി ഉണ്ടാക്കുന്ന ഒരു മദ്രസ ഉണ്ടാക്കണം. അവരും ആ പേരിൽ പറഞ്ഞ് 25 പള്ളിയുടെ പൈസ പിരിച്ചിട്ടാണ് അവരവിടെ പഠിക്കും. ഈ പൈസ എന്ത് ചെയ്യും? നിങ്ങൾ പൊതുജനങ്ങൾ ചോദിക്കുക. ഇത് നിങ്ങളുടെ പൈസ നേരം വളർക്കുമ്പോൾ കുട്ടികൾ അപ്പം പരീക്ഷ ഫീസ് 10 രൂപ. എത്ര? 1-ാം ക്ലാസ്സിൽ 50 പൈസയുടെ പേപ്പർ കൊടുക്കണം. പിന്നെ 1 രൂപ റേഞ്ചിന്, അത് ബസ് കൂലിക്കും സോപ്പ് എണ്ണ മേടിക്കാൻ 8 രൂപ പണ്ടിലേക്ക്. ഇങ്ങനെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ പൈസ. ഈ കൊല്ലത്തെ വരുമാനം 17 കോടി. നീ കഴിഞ്ഞ കൊല്ലത്തെ അറിയണോ? അതിന് എല്ലാ കൊല്ലത്തെയും ഡിസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെയാണ്. ഈ പൈസ എവിടെയെന്ന് ചോദിക്കും. നിങ്ങൾ മുസ്ലിമുകൾ ചോദിക്കും. നിങ്ങളുടെ പൈസ എല്ലാം ഉണ്ടോ? ഇത് ചോദിക്കുക. ഈ പൈസ എന്ത് ചെയ്യും? നിങ്ങളുടെ മഹല്ലിലൊരു ഒരു പാവപ്പെട്ട മഹല്ലിൽ ഒരു പാവപ്പെട്ട 10 ആൾക്കാരാണെങ്കിൽ ഇവിടെ തന്നെ എന്തോരം തന്നെ അവിടെ 10 പേരോളം. ഞാൻ പറയും നിങ്ങൾ മുഷാവറയിലേക്കല്ലേ അവിടെ പൈസ. അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരൊന്നും തരില്ല. പിന്നെ നിങ്ങൾ കൊടുത്തത് ഒരു പള്ളി പണിയാണ്. അവർ ലോകം മുഴുവൻ നടന്ന് തെറ്റി അവരെ കുറച്ചെടുത്ത് കുറച്ച് അവരും നിന്ന് കുറച്ച് ഇരുന്ന് ബാക്കി പള്ളിയും പണിയും. നിങ്ങളെ മുഷാവറയിൽ നിന്ന് പള്ളി പണിയാൻ പൈസ വേണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും എത്തിമക്കളെ കെട്ടി ഏതെങ്കിലും സഹായം അവർ ചെയ്യണ്ടോ? ഇതൊക്കെ വേണ്ടി വന്നാൽ കേസ് കൊടുത്താൽ ഇതൊക്കെ കുടുങ്ങും. 26 മുതലുള്ള പണം കൂടി വയ്ക്കേണ്ടി വരും. 17 കോടി ഈ കൊല്ലത്തെ വരുമാനം. കോട്ടുവാല ഓപ്പോസിറ്റായിട്ട് പലിശ ഇട്ടാലോ. പിന്നെ അവൻ നമ്മളെ എതിർക്കൂലേ? കാരണം പറഞ്ഞാൽ പലിശയൊക്കെ മൂപ്പരിക്കും. അത് ആർക്കെങ്കിലും കുറച്ച് ഭരണകൂടത്തിനെ കൊണ്ട് കൊടുത്താൽ ഭരണകൂടം കയ്യിലാക്കിയാലേ ഭരണകൂടത്തിനെ പിടിച്ച് കയ്യിലാക്കിയ പിന്നെ അക്കൊക്കെ തെറിപ്പിച്ചാലേ നടക്കില്ല. അത് സത്യത്തിൽ നിന്നും 16 പൈസ എല്ലാവരും മനസ്സിലാക്കി. അതങ്ങനെയോട് പാഞ്ഞു പോയൊന്നുമില്ല. നമ്മളെയൊക്കെ കുറേ കണ്ടതാണ്.